ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സീരീസിൻ്റെ പാർട്ട് 4 വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ മുന്നിലത്തെ പാർട്ട് 1, 2 and 3 കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റൈറ്റിംഗ് അസിസ്റ്റൻസ് ടൂൾ? ഡ്രിൽ ബിറ്റ്. ജിഞ്ചർ, ക്വിൽബോർഡ്, ഗ്രാമർലി എന്നിവ ഗ്രാമർ ചെക്കിംഗ്, സ്പെല്ലിംഗ് കറക്ഷൻ, സെൻറ്റൻസ് റീഫ്രേസിംഗ്, സ്റ്റൈൽ ഇംപ്രൂവ്മെൻറ്റ് എന്നിവയ്ക്ക് സഹായിക്കുന്ന റൈറ്റിംഗ് അസിസ്റ്റൻസ് ടൂളാണ്. എന്നാൽ ഡ്രിൽ ബിറ്റ് ഒരു റൈറ്റിംഗ് അസിസ്റ്റൻസ് ടൂളല്ല. ഇത് AI പവർഡ് പ്ലേജറിസം ഡിറ്റക്ഷൻ ആൻഡ് അക്കാഡമിക് കണ്ടൻറ് ഇൻറ്റഗ്രിറ്റി പ്ലാറ്റ്ഫോമാണ്. ഡ്രിൽ ബിറ്റിൻ്റെ ഉപയോഗങ്ങളാണ് ഇനി പറയുന്നത്. റിസർച്ച് പേപ്പേഴ്സ്, തീസീസ്, മറ്റ് രേഖകളിലെയൊക്കെ കോപ്പീഡ് കണ്ടൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ആൻഡ് ടു വെരിഫൈ ദ ഒറിജിനാലിറ്റി ഓഫ് ഡോക്യുമെൻറ്റ്സ്. AI ഉപയോഗിച്ച് തയ്യാറാക്കിയതോ പാരാഫ്രേസിംഗ് ചെയ്ത് മാറ്റിയതോ ആയ കണ്ടൻറ്റ് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ UGC, ഇൻഫ്ലിപ്നെറ്റ് എന്നിവർ ഉപയോഗിക്കുന്ന പ്ലേജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ആണ് ഡ്രിൽ ബിറ്റ്. നെക്സ്റ്റ്, ബേൺ കൺവെൻഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് കോപ്പിറൈറ്റ്. ബേൺ കൺവെൻഷൻ 1886 അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് എഗ്രിമെൻ്റ് ആണ്. ഇത് ലിറ്റററി, ആർട്ടിസ്റ്റിക്, മ്യൂസിക്കൽ വർക്ക്സ് എന്നിവയുടെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷനുള്ള മിനിമം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് ആണ്. കൂടാതെ ഒരു ഓതറിൻ്റെ വർക്ക്സ് ദയർ ഓൺ കൺട്രിയിലും മറ്റ് മെമ്പർ കൺട്രീസിലും കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റിസർച്ച് ഇൻ പ്രോഗ്രസ് ഡാറ്റാബേസ് ഡെവലപ്ഡ് ബൈ ഇൻഫ്ലിപ്നെറ്റ് ഈസ് നോൺ ആസ് ശോധ് ഗംഗോത്രി. ശോധ് ഗംഗോത്രി എന്നത് ഇൻഫ്ലിപ്നെറ്റ് വികസിപ്പിച്ച റിസർച്ച് ഇൻ പ്രോഗ്രസ് ഡാറ്റാബേസ് ആണ്. ഇത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും പുതിയതായി ആരംഭിച്ചതുമായ റിസർച്ചുകളുടെ ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൂടെ റിസർച്ചേഴ്സിന്, ഫണ്ടിംഗ് ആൻഡ് പോളിസി മേക്കർ ഏജൻസീസിനൊക്കെ നിലവിലുള്ള റിസർച്ച് ആക്ടിവിറ്റീസിനെ പറ്റി അറിയാൻ സാധിക്കും. ദേ ക്യാൻ ട്രാക്ക് കറൻറ്റ് റിസർച്ച് ആക്ടിവിറ്റീസ്. സിമ്പിളായിട്ട് ഇനി പറയാം. ശോധ് ഗംഗോത്രി ഇന്ത്യ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ഇൻ പ്രോഗ്രസിൻ്റെ റെപ്പോസിറ്ററിയാണ്. അപ്രൂവ്ഡ് സിനോപ്സിസും റിസർച്ച് പ്രൊപ്പോസൽസുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ശോധ് ഗംഗ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ പൂർത്തിയായ PhD തീസീസ്, ഡെസിറ്റേഷൻസ് എന്നിവയുടെ ഡിജിറ്റൽ റെപ്പോസിറ്ററിയാണ്. വിദ്യാനിധി യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ ആരംഭിച്ച തീസീസും ഡെസിറ്റേഷൻസും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഓൾഡ് പ്രോജക്റ്റാണ്. നെക്സ്റ്റ്, the term crowdsourcing was coined by Jeff Howe and Mark Robinson. Crowdsourcing എന്ന ടേം 2006 ജെഫ് ഹോവ് ആൻഡ് മാർക്ക് റോബിൻസൺ കോയിൻ ചെയ്തത്. ക്രൗഡ്, ഔട്ട്സോഴ്സിംഗ് എന്ന 2 ടേംസ് ചേർത്തിട്ടാണ് ക്രൗഡ്സോഴ്സിംഗ് എന്ന ടേം ഫോം ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയോ സ്ഥാപനമോ ഒരു ജോലി സ്വന്തം ജീവനക്കാർക്ക് മാത്രം നൽകാതെ ഇൻ്റർനെറ്റിലൂടെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിൻ്റെ ഹെൽപ്പ് ചോദിച്ച് അവരുടെ ഐഡിയാസും നോളേജ്, ടൈം ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് വർക്ക് അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് വിക്കിപീഡിയ. ലോകമെമ്പാടുമുള്ള ആളുകൾ ചേർന്നാണ് ആർട്ടിക്കിൾസ് എഴുതുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. നെക്സ്റ്റ്, ഗൂഗിൾ മാപ്സ്. യൂസേഴ്സ് റിപ്പോർട്ട് ട്രാഫിക്, റോഡ് ക്ലോഷേഴ്സ് ആൻഡ് അതർ അപ്ഡേറ്റ്സ്. നെക്സ്റ്റ്, ദ മെയിൻ കമ്പോണൻസ് ഓഫ് എൻ RFID പാസീവ് ടാഗ് ഇൻക്ലൂഡ്സ് മൈക്രോചിപ്പ് ആൻഡ് ആൻറ്റിന. ഒരു പാസീവ് RFID ടാഗിന് സ്വന്തമായി ബാറ്ററിയോ പവർ സോഴ്സോ ഇല്ല. RFID റീഡർ സെൻഡ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പാർട്സ് ആണ് മൈക്രോചിപ്പ്, ആൻറ്റിന, സബ്സ്ട്രേറ്റ്, എൻകാപ്സുലേഷൻ ഓർ കേസിംഗ്. മൈക്രോചിപ്പ് സ്റ്റോർസ് ആൻഡ് പ്രോസസ് ദ ടാഗ്സ് യൂണിക് ID ആൻഡ് അതർ ഡാറ്റ. ആൻറ്റിന receives the radio frequency signal from the reader and sends the stored data back to the reader. Substrate, the base material that holds the microchip and antenna together. Encapsulation or casing, a protective outer cover. ഇവിടെ പാസീവ് RFID ടാഗിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് മൈക്രോചിപ്പ് ആൻഡ് ആൻറ്റിന ആണ്. സബ്സ്ട്രേറ്റും എൻകാപ്സുലേഷനും സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പാർട്സ് ആണ്. ഇവരെ മെയിൻ കമ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. RFID ടെക്നോളജിയുടെ മെയിൻ 4 കമ്പോണൻസ് ആണ് RFID ടാഗ്, ആൻറ്റിന, RFID റീഡർ, സോഫ്റ്റ്വെയർ. RFID ടെക്നോളജിയുടെയും പാസീവ് RFID ടാഗിൻ്റെയും മെയിൻ കമ്പോണൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. നെക്സ്റ്റ്, ORCID സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ റിസർച്ച് ആൻഡ് കോൺട്രിബ്യൂട്ടർ ID.
ഓർക്കിഡ് റിസർച്ചേഴ്സിനും ഓതേഴ്സിനും ഒരു യൂണീക്ക് ഡിജിറ്റൽ ID നൽകുന്നുണ്ട്. ഇതിലൂടെ ഒരേ പേരുള്ള മറ്റു റിസർച്ചേഴ്സിൽ നിന്ന് അവരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓർക്കിഡ് ഉപയോഗിച്ച് പബ്ലിക്കേഷൻസ്, ഡാറ്റാ സെറ്റ്സ്, ഗ്രാൻറ്റ്സ്, മറ്റ് റിസർച്ച് ഔട്ട്പുട്ട്സ് എന്നിവ ശരിയായ റിസർച്ചറുമായി ബന്ധിപ്പിക്കാൻ കഴിയും. സോ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ഡിജിറ്റൽ ID ഫോർ റിസർച്ചേഴ്സ്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ESET പ്രോക്സി ഇൻ ലൈബ്രറി ഈസ് അസോസിയേറ്റഡ് വിത്ത് റിമോട്ട് ആക്സസ് ടു റിസോഴ്സസ്. ESET പ്രോക്സി എന്നത് ലൈബ്രറികൾ ഉപയോഗിക്കുന്ന പ്രോക്സി സെർവർ സോഫ്റ്റ്വെയർ ആണ്. ലൈബ്രറിക്ക് പുറത്ത് നിന്ന് ഒരു യൂസർ ജേർണൽസ്, ബുക്സ്, ഡാറ്റാബേസസ് എന്നിവ ആക്സസ് ചെയ്യുമ്പോൾ ESET പ്രോക്സി ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്ത് യൂസറിൻ്റെ ഐഡൻറ്റിറ്റി ക്രെഡൻഷ്യൽസ് ചെക്ക് ചെയ്യും. തുടർന്ന് ലൈബ്രറിയുടെ ഓതറൈസ്ഡ് IP അഡ്രസ്സ് ഉപയോഗിച്ച് കണ്ടൻറ് പ്രൊവൈഡറിലേക്ക് റിക്വസ്റ്റ് അയക്കും. ഇതിലൂടെ ലൈബ്രറിക്ക് പുറത്ത് നിന്നും, അതായത് ഓഫ് ക്യാമ്പസിലാണെങ്കിലും ലൈബ്രറിയുടെ സബ്സ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് റിസോഴ്സസ് സുരക്ഷിതമായും എളുപ്പത്തിലും ഉപയോഗിക്കാൻ കഴിയും. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസും അതിൻ്റെ പർപ്പസസുമാണ്. കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ളതാണ്. സോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യാം. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സെർച്ച് നോട്ട് ഓൺലി ഫൈൻഡ്സ് ദ കീവേഡ് ബട്ട് ഓൾസോ പെർഫോംസ് ദ സെർച്ച് ബേസ്ഡ് ഓൺ ദ മീനിങ്, ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സെർച്ച് ബീങ് മെയ്ഡ്. അതായത് കീവേഡ് മാത്രം കണ്ടെത്താതെ സെർച്ച് ചെയ്യുന്ന വാക്കിൻ്റെ മീനിങ്, കോണ്ടെക്സ്റ്റ് എന്നിവ മനസ്സിലാക്കി തിരയുന്നത് ഏത് ടൈപ്പ് ഓഫ് സെർച്ച് ആണ്? സെമാൻറ്റിക് സെർച്ച്. സെമാൻറ്റിക് സെർച്ച് എന്നത് കീവേഡ് മാത്രം നോക്കാതെ അതിൻ്റെ മീനിങ്, കോണ്ടെക്സ്റ്റ്, യൂസറിൻ്റെ ഇൻറ്റൻഷൻ എന്നിവ മനസ്സിലാക്കി സെർച്ച് ചെയ്യുന്ന രീതിയാണ്. എക്സാമ്പിളാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എൻഹാൻസ്മെൻറ്റ്സ്, വോൾഫ്രാം ആൽഫ, certain AI-driven library discovery tools. Next, the concept of prenatal cataloging was introduced by S.R. Ranganathan. ഒരു ബുക്ക് ലൈബ്രറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കാറ്റലോഗിംഗ് ഡീറ്റെയിൽസ് തയ്യാറാക്കുന്ന രീതിയാണ് പ്രീനാറ്റൽ കാറ്റലോഗിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേർപ്പസാണ് ഇനി പറയുന്നത്. ആക്സഷനിങ്ങും പ്രോസസ്സിങ്ങും വേഗത്തിലാക്കി പുസ്തകം ലൈബ്രറിയിൽ എത്തിയാൽ ഉടനെ തന്നെ ഉപയോഗത്തിന് അവൈലബിൾ ആക്കും. പിന്നെ ലൈബ്രറിയുടെ പ്രവർത്തനം കൂടുതൽ എഫിഷ്യൻറ്റും ആക്കും. നെക്സ്റ്റ്, ഡോഗ് പൈൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റാ സെർച്ച് എൻജിൻസ്. ഡോഗ് പൈൽ ഒരു മെറ്റാ സെർച്ച് എൻജിനാണ്. ഇത് ഗൂഗിൾ, ബിങ്, യാഹൂ, യാൻഡെക്സ് പോലെയുള്ള സെർച്ച് എൻജിൻസിൽ നിന്ന് സെർച്ച് റിസൾട്ട്സ് ഗ്യാദർ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരുന്ന സെർച്ച് എൻജിനാണ്. ഇറ്റ് ഓൾസോ റിട്രീവ്സ് റിസൾട്ട്സ് ഫ്രം ഓഡിയോ ആൻഡ് വീഡിയോ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. The concept of selective dissemination of information (SDI) was introduced by Hans Peter Loom. 1958 സെലക്റ്റീവ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. SDI എന്നത് യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫൈൽ അനുസരിച്ച് ആവശ്യമായ വിവരങ്ങൾ മാത്രം നൽകുന്ന പേഴ്സണലൈസ്ഡ് ഇൻഫർമേഷൻ സർവീസാണ്. ഇതാണ് ഇന്ന് ഉപയോഗിക്കുന്ന അലേർട്ട് സർവീസസിൻ്റെയും കസ്റ്റമൈസ്ഡ് ഇൻഫർമേഷൻ റിട്രീവൽ സർവീസസിൻ്റെയും അടിസ്ഥാന ആശയം. ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് SDI ഈക്വൽ ടു റൈറ്റ് ഇൻഫർമേഷൻ റീച്ചസ് റൈറ്റ് യൂസർ അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സോ ടഫായിട്ട് തോന്നുന്ന ടോപ്പിക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ളത്. നമുക്ക് ഫുൾ സിലബസ് PSC എക്സാമിന് മുന്നേ ആയിട്ട് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീഡിയോസ് ഇട്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഏതാണ് തോന്നണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും വരുന്ന വീഡിയോസിൽ കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.